ഹായ്, ഞാൻ ഹിന. ഞാൻ ഇന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഹൈദരാബാദിലേക്ക് പോകുന്ന ഒരു മിനി വ്ളോഗാണ്. 10 hours യാത്രയാണ്, അതുകൊണ്ട് കുറച്ച് സ്നാക്സ് എല്ലാം വാങ്ങി. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി. ഫുഡ് ട്രെയിൻ തന്നെ ഓർഡർ ചെയ്ത്. ഞാൻ റൈസാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ കാച്ചിഗുഡ റെയിൽവേ സ്റ്റേഷനിലെത്തി. അങ്ങനെ ഞങ്ങൾ കുളിച്ച് ഫ്രഷായി സർജങ് മ്യൂസിയം കാണാൻ പോയി. ശരിക്കും ഒരു പാലസ് പോലെയുള്ള ഒരു മ്യൂസിയം ആയിരുന്നു അത്. ആ മ്യൂസിയത്തിനകത്ത് മുഴുവൻ പണ്ടത്തെ രാജാക്കന്മാർ ഉപയോഗിച്ച ചെയറ്, അവരെ ആയുധങ്ങൾ, പിന്നെ ഡ്രസ്സെല്ലായിരുന്നു അതിലുണ്ടായിരുന്നത്. കുറേ കോയിൻസും ശില്പങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇത് 7th centuryയിൽ രാജാക്കന്മാർ ഉപയോഗിച്ച ക്ലോക്കാണ്. ഇതൊരു അത്ഭുത ക്ലോക്കാണ്. ഇതിൻ്റെ പേര് മ്യൂസിക് ക്ലോക്ക്. അവിടുന്ന് ഞങ്ങൾ നേരെ ചാർമിനാറിലേക്ക് പോയി. ഹൈദരാബാദിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ചാർമിനാർ. അവിടെ നിറയെ വളയും മാലയെല്ലാം വെക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഒരു സെറ്റ് വളയെല്ലാം വാങ്ങി. അങ്ങനെ ഞങ്ങൾ ചാർമിനാർ ചുറ്റിക്കണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഹൈദരാബാദിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ജ്യൂസ് സെൻ്ററായ മിലാൻ ജ്യൂസിലേക്ക് കയറി. അവിടുന്ന് നമ്മൾ മൾബറി മലായിയും പിന്നെ മിലാൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഉണ്ടായിരുന്ന മക്ക മസ്ജിദ് കയറി. വലിയ മസ്ജിദാണ് മക്ക മസ്ജിദ്. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ വുളു ചെയ്യാൻ ഒരു വലിയ കുളം ഉണ്ടായിരുന്നു. വുളു എടുത്ത് ഞാനും മസ്ജിദിൻ്റെ അകത്ത് കയറി. ഇതാണ് മക്ക മസ്ജിദിൻ്റെ ഡോറ്. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിസ്ത ഹൗസിലേക്ക് പോയി. നമ്മൾ ഹൈദരാബാദി ബിരിയാണി ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹൈദരാബാദി ബിരിയാണി ഞാൻ ഫസ്റ്റ് ടൈമാണ് ഹൈദരാബാദിൽ നിന്ന് കഴിക്കുന്നത്. കൈ കഴുകാൻ വേണ്ടിയിട്ട് അവർ ലെമണിട്ട് ഒരു വെള്ളം തന്നിനായിരുന്നു. പിന്നെ നമ്മൾ ലസ്സി കുടിച്ച്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. നെക്സ്റ്റ് ഞങ്ങൾ പോയത് ചൗമോള പാലസിലാണ്. നല്ല വലിയ പാലസാണത്. അങ്ങനെ ഞാൻ അതിൻ്റെ ഉള്ളെല്ലാം കുറച്ച് കാണാൻ പോയി. ഇത്രയും പഴക്കമുള്ള പാലസായിട്ട് അതിന് നല്ല പുതുമ ഉണ്ടായിരുന്നു. ചാർമിനാറിൻ്റെ മുമ്പിൽ നിന്ന് ഒട്ടും ടേസ്റ്റ് ഇല്ലാത്ത ഒരു ഷവർമ കഴിച്ച്. ചാർമിനാറിൻ്റെ ലൈറ്റ് കത്താൻ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ തന്നെ ഇരുന്ന്. ഇന്ത്യൻ്റെ ഫ്ലാഗിൻ്റെ കളറായിരുന്നു അതിൻ്റെ ലൈറ്റ്. ആടുന്ന് ഞാനൊരു മാങ്ങ വാങ്ങി. അങ്ങനെ നമ്മൾ ആടെയെല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി. നേരെ സെക്രട്ടേറിയറ്റിലേക്ക് പോയി. നല്ല രസമായിരുന്നു അത് രാത്രി കാണാൻ വേണ്ടിയിട്ട്. ഫുള്ള് ലൈറ്റ് ഇട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു അത്. അതിൻ്റെ മുമ്പിൽ കുറേ സ്ട്രീറ്റ് ഫുഡെല്ലാം ഉണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് ഒരു പാവ് ബജിയും കഴിച്ച്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് മടങ്ങി. വരുന്ന വഴിക്ക് ഒരു മാംഗോ ജ്യൂസും കഴിച്ച്. അപ്പോൾ ബായ്.